ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും നാളത്തെ എപ്പിസോഡൊക്കെ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഹൃദയമിടിപ്പുകൾ കൂട്ടാൻ പോകുന്ന എപ്പിസോഡുകളാണ്. കാരണം നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെല്ലാം ആഗ്രഹിച്ചോ അതുപോലെ തന്നെ അവരെന്താണ് അതെല്ലാം മറികടന്ന് കാട്ടിൻ്റെ വനത്തിലേക്ക് അവർ പോകുവാണ്. സുസ്മിതയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി അവർ സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഉൾക്കാട്ടിലേക്ക് പോകുക എന്ന് പറയുന്നത്. ഇനി കുടുംബശ്രീ ശാരദയ്ക്കകത്ത് കുട്ടികളിൽ ആരെ കിട്ടും ആരെ നഷ്ടമാകും രണ്ടുപേരെയും കിട്ടണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. കാരണം വരപ്പിക്കുന്ന പടം ആരെയെന്ന് പോലും അറിയാതെ മണ്ടിയെ അവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്ന സുസ്മിത ഇനി എടുക്കാൻ പോകുന്ന യു ടേൺ പദ്ധതികളാണ് ഈ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിന് വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് എന്താണ്, ശ്യാമയാവട്ടെ, രോഹിത് ആവട്ടെ, നമ്മുടെ വിഷ്ണു ആവട്ടെ, ശാലിനി ആവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ശ്രീരഞ്ജനി ആവട്ടെ, എല്ലാവരും എന്താണ് കാറിനകത്ത് എല്ലാവരും ഈ കുട്ടികൾക്ക് നേരെ തന്നെ പോയിക്കൊണ്ടിരിക്കുവാണ്. അവരന്വേഷിച്ചുള്ള യാത്രയ്ക്കകത്താണ്. പക്ഷേ ഇപ്പോഴും ശാലിനിയുടെ ആവട്ടെ ശ്യാമയുടെ ആവട്ടെ ഇവർ രണ്ടുപേരെ കാറും എന്ന് പറയുന്നത് ഇപ്പോഴും സിറ്റി ഏരിയ തന്നെയാണ് കാണിക്കുന്നത്. അതേസമയത്ത് ശ്രീരഞ്ജനിയുടെ മാത്രമാണ് കറക്റ്റ് മീൻപാറ ലൊക്കേഷനിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശാലിനി ഇതിൻ്റെ ഇടയ്ക്കകത്ത് സത്യയുടെ ഫോൺ നമ്പർ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ട്രൈ ചെയ്യുമ്പോഴൊന്നും ഫോൺ കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ശാലിനി മനസ്സിൽ പറയുക, എൻ്റെ മോളെ ഒന്ന് ഫോൺ ഓൺ ആക്കടി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ശാലിനി ഉടൻ തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് എന്താണ് നഹാസിനോട് പറയുവാണ്, എൻ്റെ മോൾ ശാലിനി പറയുന്നുണ്ട് എൻ്റെ മോൾ സത്യയുടെ കയ്യിൽ ഒരു ഫോണുണ്ട്, അപ്പം അത് സ്വിച്ച് ഓഫ് ആണ്, പക്ഷേ എന്നാലും ട്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ട്രാക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും സ്വിച്ച് ഓൺ ആയാൽ മാത്രമേ അവിടെ ട്രാക്കിംഗ് കിട്ടത്തുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. കാരണം മീൻപാറയിൽ ഒന്നാമത് റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേക്കും അവർ കൺട്രോൾ റൂമിനകത്ത് ഈ ഫോണിനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുവാണ്. നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് ചെറിയ പിഴവുകൾ വരുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ശാലിനി വീണ്ടും കാറിൽ നിന്ന് ആലോചിക്കുവാണ്, മോൾ എന്താണ് അമ്മേ വയനാട്ടിലേക്ക് വേണ്ടി ഇന്ന് സ്കൂളിൽ നിന്ന് കാശ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വയനാടല്ലേ ഉരുൾപൊട്ടലിന് വേണ്ടിയിട്ട്. ഉരുൾപൊട്ടലല്ലേ മക്കളെ, എന്താണ് അങ്ങനത്തെ ഒരു ദുരിതമല്ലേ, നമുക്ക് എന്തായാലും കാശൊന്നും നോക്കണ്ട, ഉള്ളതിൽ ഇത്രയും തന്നെ കൊടുത്തു പറഞ്ഞാൽ നല്ലൊരു തുകയാണ് ശാലിനി എടുത്ത് കൊടുത്തത്. അപ്പോഴത്തേക്കും ഇത് കൊടുത്തതിന് ശാലിനി ആളിക്കും. അപ്പം മുൻകൂട്ടി തന്നെ സത്യ എല്ലാം പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഈ രണ്ടുപേരും പോയിരിക്കുന്നത്. അപ്പം മോള് ഈ കാശ് കള്ളം പറഞ്ഞ് ഇതിനാണോ മേടിച്ചിട്ട് പോയതെന്നൊക്കെ ആലോചിക്കണം. പക്ഷേ ഇപ്പോഴും ഇവർക്ക് ആർക്കും അറിയത്തില്ല മീൻപാറയിലേക്ക് എന്തിനാണ് പോയത്, എന്താവശ്യത്തിനാണ് പോയതെന്ന് ഇന്നും ആർക്കും മനസ്സിലായില്ല. കാരണം രോഹിത് കാറിൽ നിന്ന് പറയുന്നുണ്ട് ഇവരെന്തായാലും മീൻപാറയിലേക്ക് എന്തിനാണ് പോയത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ എന്തായാലും മാഡം അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട്. വിഷ്ണുവിൻ്റെ മനസ്സ് ഫുൾ ടെൻഷനിൽ ഇരിക്കുന്ന വിഷ്ണു സ്വന്തം ടെൻഷൻ അടക്കാൻ പറ്റാതെ തന്നെ എന്താണെന്നറിയോ നമ്മുടെ രോഹിതിൻ്റെ അടുത്ത് ശവൽ തുടങ്ങി, നിങ്ങൾ പേടിക്കേണ്ട നമ്മളിപ്പോൾ എത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ഈ പിള്ളേർ രണ്ടുപേരും ആർട്ടിസ്റ്റ് അങ്കിൾ വരയ്ക്കുന്നു. ആർട്ടിസ്റ്റ് അങ്കിളിൻ്റെ ഫ്രണ്ടിലൊരു ചെയറിനകത്ത് ഈ രണ്ട് പിള്ളേരിങ്ങനെ എന്താണ് ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. എപ്പം പടം വരച്ച് കിട്ടുക, എപ്പം ചേച്ചിയമ്മയെ കാണാൻ വന്നിട്ടിരിക്കുകയാണ്. സുസ്മിത ഇതിൻ്റെ ഇടയ്ക്ക് അതിൽ കുറേ വട്ടം ചിറ്റപ്പൻ്റെ ഫോണൊക്കെ ട്രൈ ചെയ്തു, പക്ഷേ ചിറ്റപ്പൻ്റെ കോളൊന്നും കിട്ടില്ല. അപ്പോൾ സുസ്മിത ഈ ചിറ്റപ്പൻ്റെ ഒരു കാര്യം ആവശ്യത്തിന് വിളിച്ചാൽ പോലും ഇങ്ങനെ എടുക്കത്തില്ല, ഈ ചിറ്റപ്പൻ എന്തായിരിക്കും തിരിച്ച് വിളിക്കാതെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ശല്യങ്ങളെയും കൊണ്ട് ഇവിടെയൊക്കെ വരേണ്ട വന്നത് ഒരു അബദ്ധം ആയല്ലോ എന്ന് ഈ പിള്ളേരെ നോക്കിയിട്ട് കുറേ നേരമായി മനുഷ്യന് ബോറടിച്ചിട്ട് വയ്യ എന്നൊക്കെ സുസ്മിത ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പടമൊക്കെ വരച്ച് തരാറായി. ആർട്ടിസ്റ്റ് എന്താണ് കണ്ണ് വരയ്ക്കുന്നു. ശാലിനിയുടെ മുടിയൊക്കെ വരച്ച് നന്നായിട്ട് സ്കെച്ചിങ് നന്നായിട്ട് നടക്കുമ്പോഴാണ് സുസ്മിതയ്ക്ക് കയറി ചിറ്റപ്പൻ്റെ ഫോൺ വരുന്നത്. ചിറ്റപ്പൻ്റെ ഫോൺ വന്നതും സുസ്മിത അടുത്ത് ചോദിക്കുവാണ്, എന്താണ് നീ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ചിറ്റപ്പൻ. എന്തുവാ കാര്യം, നീ ഇപ്പോൾ എവിടാ? ഞാൻ മീൻപാറയിലേക്ക് എന്തിനാ പോയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നത്, ചിറ്റപ്പ നല്ല ലൊക്കേഷനൊക്കെ അല്ലേ, നല്ല ടൂറിസ്റ്റ് ലൊക്കേഷനൊക്കെ അല്ലേ, പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാനും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാനും അടിച്ചു പൊളിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാ. എന്നാൽ ശരി, അപ്പം നീ അവിടെയാണ്. പക്ഷേ ചിറ്റപ്പ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയി ചിറ്റപ്പ. എന്തോന്ന് പ്രശ്നമോടി, നീ പറ നമുക്ക് നോക്കാമല്ലോ എന്ന് സുസ്മിത പറയുന്നത്. ഒരു കുരിശിനെ എടുത്ത് തലേ ചുമക്കേണ്ട വന്ന് ചിറ്റപ്പ. അതായത് വഴി വെച്ച് എന്താണ് നമ്മുടെ ഈ ശ്യാമയുടെ മോളില്ലേ, ആ ശ്യാമയുടെ മോളും വേറെ അതേപോലെ തന്നെ സ്കൂൾ യൂണിഫോം ഇട്ട ഒരു കുട്ടിയും കൂടെ എന്താണ് വഴി വെച്ച് എന്താണ് പടം വരയ്ക്കണമെന്നോ കാര്യങ്ങളൊക്കെ വന്നിട്ട് അതുങ്ങളെ മീൻപാറയെ വെച്ച് കണ്ട. അപ്പോൾ അതുങ്ങളെയും കൂടെ വണ്ടി കെട്ടിക്കൊണ്ട് വന്നു. ഒരു ആർട്ടിസ്റ്റിൻ്റെ മുഷിഞ്ഞ ഒരു വൃത്തിയേട്ടൻ്റെ വീട്ടിലൊക്കെ കയറി വന്ന് ഇപ്പം പടം വരച്ചുകൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞു. പടം വരയ്ക്കാനോ സ്കെച്ച് വരയ്ക്കാനോ, എന്ത് സ്കെച്ച് എന്നൊക്കെ ചിറ്റപ്പൻ അപ്പോഴേ ഡൗട്ട്. ശ്യാമയുടെ മോളോ, സത്യഭാമയുടെ അതേ ചിറ്റപ്പ, ശ്യാമയുടെ മോളെന്ന് പറഞ്ഞ് നടക്കുന്ന അവൾ തന്നെ. അപ്പോൾ അതിൻ്റെ കൂടെ അതേ പ്രായത്തിലുള്ള ഒരു പെങ്കൊച്ച് സ്കൂൾ യൂണിഫോമിനകത്ത്. അപ്പോഴത്തേക്കും നമ്മുടെ CA ചിറ്റപ്പന് വിവരം മനസ്സിലായി ഈ കാര്യം വേറെ ആരുമല്ല, അന്ന് പടം വരയ്ക്കാൻ വന്ന കേസ് തന്നെയാണ് ശാലിനിയുടെ പടമാണ്. അപ്പോൾ ഈ കുട്ടികൾ വന്നിരിക്കുന്നത് മീൻപാറയിലേക്ക് പടം വരയ്ക്കാൻ തന്നെയാണോ? എന്നിട്ട് എൻ്റെ പൊന്നു മോൾ അവരെയും എഴുന്നള്ളിച്ചുകൊണ്ട് എന്താണ് പടം വരയ്ക്കാൻ പോയിരിക്കുകയാണല്ലേ. ബഹമിടുക്കി, നല്ല കാര്യം തന്നെ. പടമൊക്കെ പൂർത്തിയാവാറായോ? ഇല്ല ചിറ്റപ്പ, വരച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിള്ളേർ ഇതുവരെ കണ്ടോ? ഇല്ല കണ്ടില്ല.
ആ ചിറ്റപ്പന് അവരെ എങ്ങനെ അറിയാം? ചിറ്റപ്പന് പിന്നെ അറിയാതിരിക്കത്തില്ല. ചിറ്റപ്പനല്ലേ അവർ പടം വരച്ചപ്പോഴത്തേക്കും അവരെ കൈക്കകത്തുനിന്ന് ആ പടം വലിച്ചു കീറി നുള്ളിപ്പറിച്ച് കളഞ്ഞത്. എന്തൊരു ദുഷ്ടനാ ചിറ്റപ്പൻ. ഒരു കൊച്ചു കുട്ടികൾ അവരുടെ കൂട്ടുകാരെ കാണുന്നില്ല എന്ന് അന്വേഷിച്ചിറങ്ങിയതല്ലേ. ആ ഒരു കൊച്ചു കുട്ടികൾ അവരുടെ പടം വരച്ചിട്ട് പോയ ചിറ്റപ്പൻ എന്തുവാ? ചിറ്റപ്പൻ ഇത്ര വലിയ ദുഷ്ടനാവുന്നത്? ഞാൻ ദുഷ്ടനാടി, നീ അത് പറയണം. ചിറ്റപ്പൻ വലിയ ദുഷ്ടൻ തന്നെയാണ്, സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചതാ. അപ്പോഴത്തേക്കും പടമൊക്കെ ഏത് ഗതി വരെ എത്തി മോളെ? നീ എന്തായാലും ആ പടം കണ്ടോ? ഞാൻ ഇതുവരെ കണ്ടില്ല ചിറ്റപ്പ. അയാൾ വരയ്ക്കുന്നതേ ഉള്ളൂ, നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. എല്ലാം തീർന്നിട്ട് നോക്കാം. പിന്നെ എന്താണ്, എന്നാലും ഒരു കൊച്ചു കുട്ടിയുടെ പടത്തിനോടൊക്കെ ചിറ്റപ്പൻ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ചിറ്റപ്പൻ, ഞാനൊരു കാര്യം മര്യാദയ്ക്ക് പറയുവേ. അവർ ഈ വട്ടമെങ്കിലും ആ കൊച്ചു പിള്ളേരാണ്, അവർ ഒരു ആഗ്രഹമല്ലേ ഒരു പടം വരച്ചുകൊണ്ട് പോകണം. അവരുടെ കൂട്ടുകാരി ആരോ കാണാതെ പോയതല്ലേ. അവർ ആ കൊച്ചു കുഞ്ഞിൻ്റെ പടം വരച്ചുകൊണ്ട് അവർ പോടി ചിറ്റപ്പ. ഇതിനകത്ത് ഇനി കയറി വന്ന് ഇടങ്കോലിടാൻ നിൽക്കില്ലേ ചിറ്റപ്പ? ചിറ്റപ്പൻ ഇനി ഇടങ്കോലിടാൻ വരത്തില്ല. നീ കാര്യം ഏറ്റ സ്ഥിതിക്കകത്ത് ചിറ്റപ്പൻ ഇനി ഇതിനകത്ത് ഇടങ്കോലിടാൻ വരുന്നേ ഇല്ല മോളെ. അത് പോരെ നിനക്ക്. പിന്നെ ചിറ്റപ്പൻ ഇടങ്കോലിടാൻ വരുന്നില്ല എന്ന് അറിയുന്നത് തന്നെ എനിക്ക് സന്തോഷം. അങ്ങനെ വഴിക്ക് വാ ചിറ്റപ്പ എന്ന് പറയുമ്പോഴത്തേക്കും, എന്നാൽ ശരി ഞാൻ വെക്കുമെന്ന് ചിറ്റപ്പ എന്ന് പറയുമ്പോഴത്തേക്ക്, എടി നീ ഫോൺ വെക്കല്ലേ. നീ ഫോൺ വെക്കുന്നതിന് മുമ്പ് ഒറ്റ ഒരു കാര്യം പറയാനുണ്ട്. നീ ഒരു കാര്യം ചെയ്, എന്താണ് ഈ കൊച്ചു കുഞ്ഞിൻ്റെ ഫോട്ടോ നീ ഒന്ന് പോയി കണ്ടിട്ട് വാ. പക്ഷേ കുഞ്ഞിൻ്റെ ഫോട്ടോ നീ കാണുന്നതൊക്കെ കൊള്ളാം. അതൊരു കൊച്ചു കുഞ്ഞല്ലേ ചിറ്റപ്പ. നീ അത് കാണുമ്പോൾ ഞെട്ടിയൊന്നും ചെയ്യരുത്. നീ വേണമെങ്കിൽ ഒരു കർണബലത്തിന് നിൻ്റെ ഫോൺ എന്താണ് ചെവിയോട് ചേർത്ത് പിടിച്ചോ. പിന്നെ അത് കണ്ട് നീ ബോധം കെട്ടി വീഴിയോ, റിയാക്ഷൻസ് കാണിച്ച് പിള്ളേരെയും കൂടെ പേടിപ്പിക്കുന്നു ചെയ്യല്ലേ. എന്തോ ചിറ്റപ്പ ഈ പറയുന്നത്? അവരുടെ ഒരു കൂട്ടുകാരെ ഒരു കുഞ്ഞു കൊച്ചല്ലേ, അതെന്തോ വല്ല കല്ലിയങ്കാറ്റ നീലിയാണോ ഇത്ര പേടിക്കുന്നുണ്ട്? ചിറ്റപ്പൻ്റെ ഓരോരോ കാര്യങ്ങളെ ഞാൻ പറയുന്ന നീ ആദ്യം കേൾക്ക്. അതൊരു കുഞ്ഞു കൊച്ചല്ലേ ചിറ്റപ്പ എന്ന് പറയുമ്പോഴത്തേക്ക്, എന്നാ മോള് പോയി ആ കുഞ്ഞു കൊച്ചിനെ ഒന്ന് കണ്ടിട്ട് വാ. ഞാനും കൂടെ ലൈനിൽ ഇരിക്കാം. നീ നെഞ്ചോട് ചേർത്ത് പിടിച്ചോണം. ഒരു റിയാക്ഷന് മാറില്ലെന്ന് പറയുന്നു. ചിറ്റപ്പൻ പറഞ്ഞ കേട്ടിട്ട് ചിറ്റപ്പൻ്റെ ഓരോ വട്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് സുസ്മിത നേരെ വന്ന് എന്താണ് ഫോട്ടോ കാണുവാണ്. ആ ഫോട്ടോ കാണുന്നത് പോർട്രേറ്റ് വരച്ചത് സുസ്മിത കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി ശാലിനി എന്ന് പറയുന്നു. പക്ഷേ ഇത് പിള്ളേർ കേൾക്കുന്നില്ല. എടി കേട്ടതൊക്കെ മതി, നീ കണ്ടതൊക്കെ മതി, നീ അവിടുന്ന് അങ്ങോട്ടേക്കൊന്ന് മാറി, ഞാൻ നിനക്ക് എല്ലാ കാര്യവും പറഞ്ഞുതരാമെന്ന് പറയുന്നുണ്ട്. ചിറ്റപ്പ ഇതെന്തോ സംഭവം, ശാലിനിയാണെന്ന് ഇവർ വരയ്ക്കുന്നത്, ഇതെങ്ങനെ സംഭവിച്ചു ചിറ്റപ്പ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടി ഞാൻ ആ സ്കെച്ച് കീറിക്കളഞ്ഞതിൻ്റെ കാര്യം തന്നെ ഈ കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ആ പിള്ളേർ വരയ്ക്കാൻ വന്നത് ചുമ്മാ അവരുടെ കൂടെ പഠിക്കുന്ന പിള്ളേരെ ഒന്നും അല്ല, അവർ വരയ്ക്കാൻ വന്നത് ശാലിനിയാണ്. അത് അവരുടെ ശാലിനി വരയ്ക്കാൻ വന്നതിൻ്റെ കാര്യം തന്നെ ആ ഒരു നരുന്ത് സാധനം ഉണ്ടല്ലോ, സത്യഭാമയുടെ കൊച്ചുമോള്, ശ്യാമയുടെ മോള്, ആ ശ്യാമയുടെ മോള് പപ്പി ഉണ്ടല്ലോ, ആ ശ്യാമയുടെ മോള് പപ്പിക്ക് അവളെ ചേച്ചിയമ്മയെ കണ്ടതായിട്ടുള്ള ഒരു ഓർമ്മയില്ല. കാരണം അവൾ വരുന്നതിന് മുന്നേ തന്നെ ചേച്ചിയമ്മ പോയി കഴിഞ്ഞല്ലോ. അപ്പം അവളെ എങ്ങനെയെങ്കിലും ശാലിനിയെ കണ്ടുപിടിച്ച് തൻ്റെ വലിയച്ഛനുമായിട്ട് ചേർത്ത് വെക്കണം എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുക ആ രണ്ട് സാധനം. അതിന് കൂട്ട് നിൽക്കാൻ മറ്റവളുടെ കൂടെ നിൽക്കുന്ന ആ ഒരു കുറുമ്പിയും കൂടെ, ഈ രണ്ടെണ്ണം കൂടെ ചെന്നിട്ട് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് പോലീസ് സ്റ്റേഷൻ വരെ വന്നത്. പോലീസ് സ്റ്റേഷനിൽ വന്നു ശാലിനിയെ കണ്ടുപിടിക്കാൻ. നടി അങ്ങനെ എന്താണ് സത്യഭാമയുടെ വീട്ടിൽ ശാലിനിയെ കണ്ടുപിടിക്കുക ഒരു ഫോട്ടോ കൂടുതലും ഇല്ലാത്തതുകൊണ്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നാണ് മേടിച്ചത്. ശാലിനിയുടെ ചെറിയ പ്രായത്തിലെ ഫോട്ടോയും മേടിച്ചുകൊണ്ടാണ് അവർ ശാലിനിയെ തപ്പി ഇറങ്ങാൻ വേണ്ടി ശാലിനിയുടെ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നുള്ള രൂപം കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ആ നരുന്ത് സാധനമോ? ആ നരുന്ത് തന്നെ. ആ നരുന്തിന് ശാലിനിനെ വലിയച്ഛനായിട്ട് കണ്ടുപിടിച്ച് കെട്ടിച്ച് വെച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ സമയത്തിനൊക്കെ അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ശാലിനിയെ സമയത്തിന് മുന്നേ കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ നമ്മുടെ ഈ പ്ലാനുകളൊന്നും വർക്കാവത്തില്ലല്ലോ ചിറ്റപ്പ എന്ന് പറയുമ്പോഴത്തേക്കും വർക്കാവത്തില്ല. അപ്പം പിന്നെ നമ്മൾ എങ്ങനെ എന്താണ് വിഷ്ണുവിൻ്റെ കല്യാണം ആ ഉടായ്പ കേസുമായിട്ട് നടത്തും? അതൊക്കെ മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം. ചിറ്റപ്പ ഇതെന്തോ പറയുന്നത്? പിന്നെ അല്ല, നീ തന്നെ ആ രണ്ട് അലവലാദികളെയും വിളിച്ച് കയറ്റി അതുങ്ങൾക്ക് വേണ്ട കാര്യം നീ തന്നെ ചെയ്തു കൊടുത്തപ്പോൾ ആർട്ടിസ്റ്റിനെ വീട്ടിൽ കൊണ്ടുപോയി പടവും വരച്ചപ്പോൾ എടുത്ത് കൈ കൊടുക്കാൻ പോവാം. ഇതും കൂടെ കഴിയുമ്പോഴത്തേക്കും പിന്നെ തീർന്നില്ലേ? പിന്നെ അവർക്ക് എന്തോ ശാലിനിയെ കണ്ടുപിടിക്കാത്ത പാടിക്കുന്നത്, അവർ മണി പോലെ കണ്ടുപിടിക്കും. പിന്നെ വിഷ്ണു ശാലിനിയൊക്കെ ഒരുമിച്ച് സത്യഭാമയുടെ പെർമിഷനോട് തന്നെ നന്നായിട്ട് സുഖമായിട്ട് ചോദിക്കും. അത് കണ്ട് പുറത്ത് നമുക്ക് ഗ്യാലറിയിൽ നിന്ന് നമുക്ക് നോക്കി നിൽക്കാം, അത്രയേ ഉള്ളൂ. അല്ല നമ്മുടെ ഉടായ്പ പരിപാടികളൊന്നും അവിടെ ഇനി നടക്കാൻ പോകുന്നില്ല. ഈ ഒറ്റ കാലം കൊണ്ടാണ് ചിറ്റപ്പൻ കീറിക്കളഞ്ഞ. അപ്പോഴത്തേക്കും നീ വലിഞ്ഞു കയറി അത് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു. നിനക്ക് ഇത് തന്നെ ആവശ്യമാണ്. കൂടാതെ പറയാം ചിറ്റപ്പൻ ഇനി അതിനകത്ത് ഇടങ്കോലിടാൻ വരല്ലെന്ന്. ചിറ്റപ്പ ഇനി എന്തോ ചിറ്റപ്പ ചെയ്യുന്നത്? ആ പിള്ളേർ ആ ഫോട്ടോ കണ്ടിട്ടില്ല എന്നല്ലേ നീ പറഞ്ഞത്? ഇതുവരെ പറഞ്ഞിട്ട് നിനക്ക് ഇനി എന്തോ ചെയ്യണമെന്ന് നിനക്കറിയത്തില്ല, നീയൊക്കെ പോയി തൂങ്ങി ചാവടി എന്ന് പറയുമോ? ചിറ്റപ്പ എന്തോ ചിറ്റപ്പ ഫോൺ വെച്ചെന്ന് പറഞ്ഞിട്ട് സുസ്മിത പേടിച്ചെന്താണ് നേരെ അങ്ങ് വരുമോ? ആർട്ടിസ്റ്റ് പടം വരച്ച് കഴിഞ്ഞു, ഈ പിള്ളേർ ഇത് കണ്ടോന്നുള്ള പേടിക്കാത്ത അങ്ങനെ നേരെ വന്നിട്ട് അപ്പോഴത്തേക്ക് എന്താണ് ആർട്ടിസ്റ്റിന് ഒരു കോൾ വരുന്നുണ്ട്. ആർട്ടിസ്റ്റ് ഓൾമോസ്റ്റ് പൂർത്തിയാക്കി കഴിഞ്ഞു, പടം മൊത്തം പൂർത്തിയെന്ന് തന്നെ പറയാം. ഇനി എന്തെങ്കിലും മൈന്യൂട്ട് സ്കെച്ചസ് ചെയ്യാനേ ഉള്ളൂ എന്ന് പറയാം. ഈ സത്യയും അതുപോലെ തന്നെ നമ്മുടെ പപ്പിമോളും ഈ സുസ്മിതയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രൂക്ഷമായിട്ട് തന്നെ. സുസ്മിത എന്ത് ചെയ്യുക, ആ പടം ചുരുട്ടിയെടുത്ത് കയ്യിൽ അങ്ങ് മടക്കി വയ്ക്കും ആർട്ടിസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ. കാരണം ആർട്ടിസ്റ്റ് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക്
ഉടനെ നമ്മുടെ പപ്പി വിളിക്കുക, ആൻറ്റി പടം തീർന്നോ, അതൊന്ന് കാണിച്ചേ എന്ന് പറയുന്നുണ്ട്. അതൊന്നും ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ് സുസ്മിത കൈ ചുട്ടി പിടിക്കുമ്പോഴത്തേക്കും ആർട്ടിസ്റ്റ് അതങ്ങ് എടുത്തോ. അതിനെ എടുത്ത്, ഞങ്ങൾക്ക് ഇനി ഒത്തിരി ദൂരം പോകാനുള്ളേ, അതും അല്ലാതെ പിള്ളേർ സ്കൂളിൽ നിന്ന് ചാടി വന്ന പിള്ളേരല്ലേ, ഇപ്പം തന്നെ അവരുടെ മാതാപിതാക്കളൊക്കെ ടെൻഷൻ പിടിച്ച് സ്കൂൾ വിടുന്ന സമയമായി, അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് മുന്നേ ഒത്തിരി ദൂരം പോകാനുള്ളതുകൊണ്ട് നേരത്തെ തന്നെ പോകണം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് തീർന്നല്ലോ, അപ്പോൾ ഇത് തന്നെ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താണ് പറയുമ്പോഴത്തേക്ക് ഇനി എത്ര രൂപയെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എന്താണ് അക്കൗണ്ട് ഇട്ടേക്കാന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, കുഞ്ഞുങ്ങളുടെ കാര്യത്തിനല്ലേ, കുഞ്ഞുങ്ങളുടെ ഒരു ആവശ്യമില്ല, അതിന് വേണ്ടി എന്തിനാ കാശൊക്കെ, പിന്നെ മോളുടെ നല്ല മനസ്സ് തന്നെ എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് അറിയാതെ തന്നെ ഈ പാമ്പിന് നല്ല മനസ്സാണെന്നാണ് ആർട്ടിസ്റ്റ് പറഞ്ഞു വരുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് ഈ വിധ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോൾ വീണ്ടും ചോദിക്കുക ആർട്ടിസ്റ്റിന് മുന്നേ വെച്ചാൽ, ആൻറ്റി ഈ പടം ഒന്ന് കാണിക്കേ. അപ്പോൾ പടമൊന്നും കാണാനുള്ള സമയമായിട്ടില്ല, പടമൊക്കെ ഇപ്പം കണ്ട, പടമൊക്കെ നമുക്ക് കാർ ഇരുന്ന് വിശദമായിട്ട് കാണാം, ഇനി പടമൊക്കെ കണ്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്കും പിന്നെ ലേറ്റ് ആകും, അതുകൊണ്ട് തിരിച്ച് പോകുന്ന പറയുമ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റ് പറയുന്നത്, അപ്പം നിങ്ങൾക്ക് ലേറ്റ് ആകുമെന്ന് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, നമുക്ക് ഈ നേരെയുള്ള റോഡിൽ കൂടെ പോകാതെ വനം വഴിയുള്ള ഒരു ഷോർട്ട് കട്ടുണ്ട്, ആ ഷോർട്ട് കട്ടിൽ കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ കൂടെ കയറുന്ന റോഡാണ്, വേഗത്തിലെത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ സത്യം പപ്പയൊക്കെ അത് കൂർമ്മയായിട്ട് കേട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് സുസ്മിതയും അതേ ഷോർട്ട് കട്ടിൽ കൂടെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പിള്ളേരെ പടം കാണിക്കാതെ കൈ പടം ചുരുട്ടിയെടുത്ത് വെച്ചുകൊണ്ട് സുസ്മിത പിള്ളേരെയും കൊണ്ട് എന്താണ് ആർട്ടിസ്റ്റിന് നന്ദിയും പറഞ്ഞ് എന്താണ് പിള്ളേരെന്താണ് അങ്കിളെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ടാറ്റൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് ഇറങ്ങുവാണ്. സുസ്മിത പിള്ളേരെ കൊണ്ടുപോകുന്ന അരുമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ എന്തൊരു സ്നേഹം തോന്നും. അങ്ങനെ അത് കണ്ടിട്ട് ആർട്ടിസ്റ്റ് പോലും മനസ്സിൽ പറയുമോ, ആരാ പറഞ്ഞ ഈ ലോകത്ത് നന്മയൊക്കെ നശിച്ചു പോയിന്ന്, ദേണ്ട കണ്ടില്ല ഒരു നന്മയുടെ മാതൃക തന്നെയാണ് ആ കുട്ടിയെന്ന് പറയും. തനിക്ക് ഒരു ഉപകാരം ഇല്ലാത്തൊരു കാര്യം, 2 കുഞ്ഞുങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്വയം മെനക്കെട്ട് ഇത്രയും വന്ന് ഇറങ്ങി ചെയ്യുന്നില്ലേ, എന്തൊരു നല്ല മനസ്സാ കുഞ്ഞിന് എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് സുസ്മിതയെക്കുറിച്ച് നല്ലവളാന്ന് ചിന്തിച്ചങ്ങ് നടക്കുവാണ്. അത് കഴിഞ്ഞിട്ട് സുസ്മിത കാറിൽ പിള്ളേരെയും കയറ്റിക്കൊണ്ട് മുന്നിൽ പോവാണ്. അപ്പം കാറ് മുന്നോട്ടേക്ക് പോകുമ്പോൾ തന്നെ സത്യം നമ്മുടെ പപ്പിമോളും പറയുന്നുണ്ട്, എന്താണ് ആൻറ്റി പടം കാണിച്ചില്ലല്ലോ, അപ്പോൾ ആൻറ്റി പടം ഒന്ന് കാണിച്ചേ. അത് ഞാൻ പിന്നെ കാണിക്കാം. സുസ്മിത മനസ്സിലാക്കിയോ ഇതുങ്ങളുടെ കൈ പടം കാണിക്കാതെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് വന്നിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രീരഞ്ജിനി ഓരോ പോയിന്റിലാണ് നിർത്തി പിള്ളേരുണ്ടോ എന്ന കാര്യം നോക്കുന്നത്. വീണ്ടും നമ്മുടെ ശാലിനി എന്താണ് നഹാസിനെ വിളിച്ച് ചോദിക്കണം എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് അറിയാനാണ്. പിന്നെ അതുപോലെ തന്നെ ശാലിനി എന്താണ് സത്യയുടെ ഫോണിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബർ കോളിംഗ് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞതും കേട്ട് ശാലിനി എന്താണ് നിരാശയോടെ ഫോൺ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പപ്പിമോൾ പറയുന്നത് സത്യം നീ സമയം എത്രയായി നോക്ക്, സമയം അറിയത്തില്ലല്ലോ, നിൻ്റെ ഫോൺ ഓണാക്കിയ സമയം അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ശരിയാ, പക്ഷേ ഫോൺ ഓഫായിരിക്കുമെന്നല്ലോ, ആരെങ്കിലും നമ്മളെ അറിഞ്ഞാലോ, അത് നമ്മളെ സ്കൂളിൽ നിന്ന് പോയിന്നൊന്നും ആർക്കറിയത്തില്ലോ, നമ്മൾ സ്കൂളിൽ ഉണ്ടെന്നല്ലേ എല്ലാവരും വിചാരം, നീ ഫോൺ ഓണാക്കി നമുക്ക് സമയം കാണാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ശരിയാ ഒരു കുഴപ്പമില്ല നീ ഓണാക്കുന്ന ധൈര്യം കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോള് പറഞ്ഞ കേട്ട് നമ്മൾ സത്യമോൾ എന്താണ് ഫോൺ ഓണാക്കിയിട്ട് പറയും സമയം 4 മണിയായി ഈ പറയുമ്പോഴത്തേക്കും ഫോണിൻ്റെ ലൊക്കേഷൻ ഇവിടെ ഓൺ ആയതുകൊണ്ട് അവിടെ കൺട്രോൾ റൂമിനകത്ത് എന്താണ് ആ ട്രാക്കിങ്ങിൻ്റെ സെറ്റപ്പിലേക്ക് കറക്റ്റ് എന്താണ് ഒരു അത് ഗ്രീൻ ലൈറ്റിലേക്ക് വരാനുള്ള സമയമായി. അപ്പോഴാണ് നമ്മുടെ നഹാസ് എന്ന ഓഫീസറിന് ഒരു ബാങ്കിൽ നിന്നൊരു ലോണിൻ്റെ കാര്യത്തിൻ്റെ ഒരു കോൾ വരുന്നത്. അതുപോലെ തന്നെ മറ്റേ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്ന കൺട്രോൾ റൂമിനകത്ത് നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു പോലീസ് ഓഫീസർ പറയുന്നത്, സബോർഡിനേറ്റ് പറയുന്നത്, താൻ നോക്കടോ ഞാൻ പോയൊരു സിഗരറ്റ് വലിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങുന്ന അപ്പോഴത്തേക്കും തന്നെ ആ ഒരു മിനിറ്റിൽ തന്നെ ആ ഒരു മൈനറ്റ് സെക്കൻഡ് അപ്പോഴത്തേക്കും അതിനകത്ത് എന്താണ് ആ സ്ക്രീനിനകത്ത് അത് ഗ്രീൻ ലൈറ്റിലേക്ക് പോവുകയാണ്. അതായത് സത്യയുടെ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ ഇപ്പോഴത്തേക്കും ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള സ്ഥിതിയിലായി കഴിഞ്ഞു. പക്ഷേ ഇത് രണ്ടും എന്താണ് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് ആരുടെ ശ്രദ്ധയിലും പെടുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇതെങ്ങനെ ശ്രീരഞ്ജിനി കണ്ടെന്നെങ്കിൽ ഇന്നിവർക്ക് പൊടി പൂരമായിരുന്നെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോഴത്തേക്ക് എന്താണ് സമയം ഒത്തിരി ആയല്ലോ പേടിക്കേണ്ട എന്ന് സത്യമോൾ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോറസ്റ്റിൽ കൂടെ ഉള്ള ഷോർട്ട് കട്ടിൽ കൂടെ അല്ലേ പോകുന്നത്, അപ്പോൾ നമുക്ക് വേഗം എത്തും പറ്റുമായിരിക്കും. നമുക്ക് സ്കൂളൊക്കെ വിട്ട് കാണുമല്ലേ, നമ്മൾ ഇവിടെ ഇല്ലയെന്ന് ആരെങ്കിലും അറിഞ്ഞാണോ, അതൊന്നും അറിയത്തില്ല. കാരണം നമുക്ക് ഈ ഷോർട്ട് കട്ടിൽ പോകുമ്പോൾ വേഗത്തിൽ എത്താൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം ആൻറ്റി പടം കാണിച്ചല്ലോ, നമുക്ക് ചോദിച്ചു നോക്കിയാലോ എന്ന് പറയുന്നത് സുസ്മിതയോട് ചോദിക്കുക, ആൻറ്റി ആ പടം ഒന്ന് കാണിച്ചേ. അതൊന്നും ഇപ്പം കാണിക്കില്ല, ആൻറ്റി അല്ലേ പറഞ്ഞ കാറി വെച്ച് കാണിക്കാമെന്ന്. അതിന് അന്നേരം പറഞ്ഞ് നമുക്കിനി നിങ്ങളെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് നമുക്ക് ഈ പടം കാണാം. വീട്ടിലോ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് എന്ന് നമ്മുടെ സത്യം ചോദിക്കുമ്പം നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ വാതിലോ നിങ്ങളെ വിട്ട് കഴിയുമ്പം അവിടെ വെച്ച് കാണാം. അതൊന്നും പറ്റത്തില്ല, ഇപ്പം കാണണം, ഞങ്ങൾ ഈ പടം വരയ്ക്കാൻ വേണ്ടി ഇത്രയും റിസ്ക് എടുത്ത് ഇവിടം വരെ വന്ന് ആൻറ്റി കാണിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ തലയിൽ കയറാനൊന്നും ആരും വരല്ല കേട്ടോ, ഞാൻ എൻ്റെ കാശിന് പെട്രോൾ അടിച്ച് പോകുന്ന വണ്ടിയാണ്. അതിൻ്റെ അകത്ത് എന്താണ് അയ്യോ പാവം പൊത്തൊന്നിട്ട് അവിടെ നിന്നപ്പോഴത്തേക്കും വലഞ്ഞ് നടക്കണ്ട എന്നിട്ട് വണ്ടി പിടിച്ച് കയറ്റിയത് നീയൊക്കെ പറഞ്ഞ പോലത്തെ രീതിക്കകത്ത് പടം വരയ്ക്കാനായിട്ട് കൊണ്ടുപോയതും പോരാ, അതും കുളിക്കാതെ നനയ്ക്കാത്ത ഏതൊക്കെ ഒരു വൃത്തികെട്ടവൻ്റെ വീട്ടിലേക്ക് കയറ്റി പടം വരയ്ക്കാനും കുറേ മണിക്കൂർ ഇരുത്തി അതെല്ലാം വരച്ച് നിന്നൊക്കെ ഇനി ഞാൻ നാട്ടിൽ സുരക്ഷിതമായിട്ട് എത്തിക്കാൻ വേണ്ട ഇത്രയും ഉത്തരവാദിത്തം ഞാൻ ഒരു കാശ് നിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ എടുത്ത് ചെയ്യുന്ന ഒരു കാര്യം, എന്നിട്ട് എൻ്റെ തലയിൽ കയറാൻ പറയുന്നു, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഉടനെ സുസ്മിത പറയോ ഏറ്റവും തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് സുസ്മിത മനസ്സിൽ വിചാരിക്കുവാണ് പിള്ളേരെ പറ്റിക്കാൻ പറ്റുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സത്യയും പപ്പിയും വിട്ടില്ല, ആൻറ്റി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ പടം കാണിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെന്താണ് ബഹളം കൂട്ടുവാണ്.
അപ്പം ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടോട്ടൽ റിവ്യൂ. പറയുന്നത് സുസ്മിതയ്ക്ക് പടം കൊടുക്കാൻ മനസ്സുമില്ല, പിള്ളേർ പടം കിട്ടാതെ പിള്ളേർ പോകത്തില്ല എന്നുള്ള ഒരു നടക്കാത്ത പിള്ളേർ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. എൻ്റെ വണ്ടിയാണ്, ഞാൻ പറയുന്നിടത്ത് ഇത് നിൽക്കത്തുള്ളൂ. ഇതൊക്കെ പറഞ്ഞ് സുസ്മിത പറഞ്ഞിട്ടും ഇതൊന്നും കേൾക്കാൻ നിൽക്കുന്ന പിള്ളേരും സുസ്മിതയും പിള്ളേരായിട്ടുള്ള അടിയും വഴക്കും, അതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ളവരെല്ലാവരും കാറിൽ പിള്ളേരെ തിരക്കി അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതും സുസ്മിത കാറ് ഞാൻ കാണിച്ച് അങ്ങനെ അങ്ങ് പോസിൽ നിർത്തുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ. അപ്പം നാളത്തെ എപ്പിസോഡ് കാണാൻ ആരും മറക്കല്ലേ, കാരണം നമ്മുടെ പിള്ളേരിനി കാട്ടിലേക്കാണ് പോക്കാൻ പോകുന്നത് സുസ്മിതയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ റിവ്യൂ ഇനിയുള്ള എപ്പിസോഡിലെയും എല്ലാവരും കേൾക്കോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കോ, എല്ലാം ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, കമൻറ്റ് ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ. താങ്ക്